ഈ വീഡിയോയിലൂടെ വളരെ വിശേഷപ്പെട്ട ഒരു മന്ത്രത്തെ പറ്റിയാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ മന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം നിങ്ങളുടെ സാമ്പത്തിക ദൗർലഭ്യം മാറും എന്നതാണ്. പാവപ്പെട്ടവനെ പോലും രാജാവാക്കി മാറ്റാൻ പറ്റുന്നു എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ വിശേഷണം. അതായത് ആരെങ്കിലും സാമ്പത്തിക തകർച്ചയിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദരിദ്രനാണ്, 2 നേരം പോലും അന്നത്തിന് ബുദ്ധിമുട്ടുന്നവനാണ് എങ്കിൽ അവർക്ക് ദാരിദ്ര്യം നിറഞ്ഞ ജീവിതത്തിൽ നിന്നും മോചനം ലഭിക്കും എന്ന് പറയുന്നു. അതായത് 7 അക്ഷരങ്ങളുള്ള ഈ സപ്താക്ഷരി മന്ത്രത്തിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും അകറ്റി സമ്പൂർണ്ണ നേട്ടം കൈവരിക്കാൻ ഒരുവന് സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ മന്ത്രം ജപിക്കുമ്പോഴെല്ലാം ഇതിലെ ഓരോ അക്ഷരങ്ങളും ശരിയായി ഉച്ചരിക്കുക. ഇനി ഏതാണ് ആ മന്ത്രം എന്ന് നോക്കാം. ഗോവല്ലഭായ സ്വാഹ, ഗോവല്ലഭായ സ്വാഹ, ഗോവല്ലഭായ സ്വാഹ. ഈ മന്ത്രം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാം. ഈ മന്ത്രം ജപിക്കാൻ നിശ്ചിത സമയമില്ല. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്തെങ്കിലും ജോലികളിൽ ഏർപ്പെടുമ്പോഴും മനസ്സിൽ ഈ മന്ത്രം ജപിക്കാം. വിശേഷപ്പെട്ട ഫലത്തിന് ഈ മന്ത്രം 1008 തവണ ജപിക്കണമെന്ന് പറയുന്നുണ്ട്. പ്രതീക്ഷിച്ചതിലും അധികം ഇങ്ങനെ ജപിക്കുന്നതിലൂടെ ലഭിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മന്ത്രം തെറ്റായി ഉച്ചരിച്ചാൽ വിപരീത ഫലവും ഉണ്ടാകാം. ഈ മന്ത്രത്തിലെ 7 അക്ഷരങ്ങളും ഉച്ചാരണശുദ്ധിയോടെ ജപിക്കണമെന്ന് സാരം. ഈ മന്ത്രം കൃത്യമായും വ്യക്തമായും ജപിച്ചാൽ നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ ലഭിക്കും. അത്ഭുതകരമായ നേട്ടങ്ങൾ ഈ മന്ത്രത്തിലൂടെ നിങ്ങൾക്ക് സാധ്യമാകട്ടെ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹാശിസ്സുകൾ ലഭിക്കട്ടെ. ഗോവല്ലഭായ സ്വാഹ. ഗോവല്ലഭായ സ്വാഹ.